ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെൻമെൻറ്റ് ബില്ല് 2026 കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റിനും ബർത്ത് രജിസ്ട്രേഷനും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന നിയമമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെൻമെൻറ്റ് ബില്ല് 2026 ഇപ്പോൾ ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി ഇത് നിയമമായി മാറും. ഒരു കുഞ്ഞ് ജനിച്ച് 21 ദിവസത്തിനകം ബർത്ത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. എന്നാൽ ഇത് ഒരു വർഷത്തിനുള്ളിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് 21 ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറുടെ അനുമതിയും, ഒരു വർഷത്തിന് ശേഷമാണ് ഈ ജനനം രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് നിലവിൽ ഇതുവരെ ബർത്ത് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ പുതിയ നിയമം വരുന്നതിലൂടെ വലിയ മാറ്റമാണ് ഈ ബർത്ത് രജിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, 1 വർഷം മുതൽ 2 വർഷം വരെ കാലയളവിലാണ് നമ്മൾ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയും, 2 വർഷത്തിന് ശേഷമാണ് ഈ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേരളത്തിൽ ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പുതിയ ബില്ലിലൂടെ വരുന്ന മാറ്റങ്ങളും അറിയിപ്പുകളും നേരത്തെ ലഭിക്കുന്നതിനായി ക്ലിയർ മൈ ഡോക്കിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് ക്ലിയർ മൈ ഡോക്കിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കാവുന്നതാണ്.